ഇലയോട് കൂടി ഞെട്ടോട് കൂടി പറിച്ച് നോബി കൊണ്ടുവന്ന കേട്ടോ. അപ്പം, പാലപ്പം, ഇടിയപ്പം, വെള്ളയപ്പം, ഈ വക അപ്പങ്ങളുടെ എല്ലാം ഒപ്പം. അപ്പൊ ഇതുവരെ ഞങ്ങളുടെ കിച്ചണിൽ തയ്യാറായിട്ടില്ലാത്ത ഒരു ഐറ്റാണ് തയ്യാറാക്കണേ. ഇവിടെ മോളി ഉണ്ടാക്കണത് വെളുത്ത നിറത്തിലാട്ടോ. മോളി ഒരിക്കലും ഇവിടെ മഞ്ഞ നിറത്തിൽ ഉണ്ടാക്കില്ല. അപ്പൊ ചായ കുടിച്ച അവിടെ വെച്ചതാ, മേശന്ന് താഴത്തേക്ക് വീണു. പണിത്തിരക്കിനിടയിലും ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഡോറ് ഫിറ്റ് ചെയ്യണതിന്റെ പണികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉച്ച ഇന്റർവെല്ല, ആ സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ ഓർത്തത്. അതായത് ഇത് പകുതി തീർന്നു കേട്ടോ. മോശമാണ്, ഞങ്ങള് നല്ലതെല്ലാം എടുത്ത് തീർത്തു. ഇലയോട് കൂടി ഞെട്ടോട് കൂടി പറിച്ച് നോബി കൊണ്ടുവന്ന കേട്ടോ. നോബി കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഏരിയ കൂടെ പോയപ്പോ വീട്ടിലൊന്നും പോയായിരുന്ന, ഞാൻ പോയില്ല പണി നടക്കണോണ്ട്. അപ്പൊ വേറെ ഒരാവശ്യത്തിനല്ലേ പോയത്. അപ്പൊ എന്റെ വീട്ടിലും നോബിയുടെ അടുത്തും ഞാൻ പറഞ്ഞില്ല, രണ്ടും ഒരു പറമ്പിൽ തന്നെയാ വീടുന്നത്. കയറിയേച്ച് പോന്നപ്പോ നോബിയുടെ അവിടെ ഉണ്ടായ പഴവർഗ്ഗം തന്നു വിട്ടതാ. ഇതൊരു 4-5 എണ്ണം കൂടെ ഉണ്ടായിരുന്ന. അത് ഇങ്ങനെ ഞെട്ടോട് കൂടി അപ്പൊ പറഞ്ഞ് തൊട്ടിങ്ങോട്ട് വലിച്ചു പറിച്ച് പേരയുടെ ഇലയൊക്കെ ആയിട്ടാ കൊണ്ടുവന്നത്. പക്ഷെ ഞാനതൊക്കെ വലിച്ചു പറിച്ച് ഇലയൊക്കെ മാറ്റി വെച്ച് പഴുത്തൊക്കെ ഞങ്ങൾ എടുത്ത് തിന്നു. നല്ല മധുര, ഫ്രഷ് അല്ലേ. ഇത് മൂത്തതല്ല, കുഞ്ഞേച്ചിക്ക് മൂത്ത ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറിച്ചാണ്. കുറെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അന്നേരം അത് കഴിച്ചു കൂട്ടോ. അതാ കുറച്ചായി പോയ. കാലത്തെ എടുക്കാന്ന് ഓർത്തപ്പോ തട്ടുമുട്ടും പണി കാരണം സൗണ്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പൊ ഉച്ച ഇന്റർവെൽ ആയതുകൊണ്ട് അവര് വിശ്രമം ആ സമയത്ത് പെട്ടെന്ന് എടുത്ത. അപ്പൊ അന്നേരം കുറെ പേരയ്ക്ക തീർന്നു പോയി. ഒന്നത് നാടൻ പേരയ്ക്ക, നല്ല മധുരമുള്ള പേരയ്ക്ക. പിന്നെ 2 നോക്കിക്കേ. അപ്പൊ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്, പക്ഷെ സമ്മതിക്കണ്ടേ. ചൈനീസ് ഓറഞ്ച് ധാരാളം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. അതെല്ലാം പറിച്ച് നാരങ്ങാവെള്ളം കുടിക്കാന്ന് പറഞ്ഞ് വേനക്ക നല്ല സ്മെല്ല. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് 2 മരമുണ്ട്. ഒന്ന് അപ്പം നട്ടതും ഒന്ന് മകള് നട്ടതും. അതിൽ പൂ ഉണ്ടായി നിൽക്കണ പടം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പൂവെല്ലാം വിരിഞ്ഞ് കായ ആയിട്ടുണ്ട്. അത് നിങ്ങളെ പിന്നാലെ ഇവള് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു മിനിറ്റ് വാതിലൊന്ന് തുറന്നോട്ടെ. അപ്പൊ ഈ പറയാ നടന്നോണ്ടൊക്കെ ആട്ടോ പറയണ. ഈ 2 സംഭവം ഇന്നലെ അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് കൊടുത്തു വിട്ടതാട്ടോ. അപ്പൊ നാടൻ പേരയ്ക്ക ഒന്നാന്തരം മധുരം, നല്ല മധുരം. പിന്നെ അതുപോലെ ചൈനീസ് ഓറഞ്ച് നല്ല മധുരം. നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫ്രഷ് അല്ലേ, അതുകൊണ്ടാ. ഇത് സിറപ്പാക്കി നമുക്ക് എടുക്കാം, അതായിരിക്കും നല്ലത്. ശരി, ഇവിടെ വൈകുന്നേരം ശരിയാക്കാം. പറ്റിയ നാമ്പിലില്ല, കൊറേ സാധനങ്ങളുണ്ടല്ലോ. അങ്ങോട്ടും അതിനും ഇങ്ങോട്ടും ബ്ലോക്കായി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞായറാഴ്ചയിലേക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു കിഡിലൻ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കണേ. നല്ല വലിയ ചെമ്മീൻ കണ്ടോ. അപ്പം മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഡിഷ് ഒന്നും അല്ല. ഇന്ന് അമ്മ പ്രിപ്പയർ ചെയ്യുന്ന എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം നമുക്ക്. നേരം പോകുന്നു, വ്യത്യസ്തമായൊരു കറി തയ്യാറാക്കുക വൈകിട്ടത്തേക്ക്. തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്ത് കറിയാന്ന് ഇപ്പൊ പറയണില്ല. എന്തായാലും നിങ്ങൾക്ക് വിശേഷ അവസരങ്ങളിൽ അപ്പം, പാലപ്പം, ഇടിയപ്പം, വെള്ളയപ്പം, ഈ വക അപ്പങ്ങളുടെ എല്ലാം ഒപ്പം കഴിക്കാൻ പറ്റുന്ന. അതെ, ഞാനാണെങ്കിൽ ചോറിനും കഴിക്കും, എല്ലാത്തിനും കഴിക്കാൻ. ബ്രെഡിന്റെ ഒക്കെ ഒപ്പം എല്ലാത്തിന്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ്. ഇവർക്ക് 2 പേർക്കും ഇഷ്ടമായി. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഡിഷാണ്. എനിക്ക് ഇഷ്ടമല്ല. അല്ലേ, എനിക്ക് ഇതിന്റെ ഫിഷ് കൊണ്ട് ചെയ്യണമെന്ന് ഇഷ്ടമല്ല. പക്ഷെ ഇതമ്മ കഴിച്ചിട്ടില്ലല്ലോ. ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് കുടിക്കാം. ഫിഷ് കൊണ്ട് ചെയ്യുന്നതിന്റെ വ്യത്യസ്തതയല്ലേ, എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇപ്പം ചാറെല്ലാം എടുത്തോളാം. അപ്പൊ ഞാൻ ഒരു വലിയ സവോള എടുത്ത് അരിഞ്ഞിട്ട് സ്വല്പം ഉപ്പും എടുത്ത് വെളിച്ചെണ്ണ തവയിൽ ഒഴിച്ചിട്ട് വഴറ്റാനിട്ടേക്കുവാണ്. ഫുൾ ബ്രൗൺ ആവണ്ട, ഒരു ഷാലോ ഫ്രൈ ആയി കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോഴും ഞാൻ ഇതിനു വേണ്ടി പറഞ്ഞപ്പോ മാർക്കറ്റിൽ ചെന്നപ്പോ നല്ല മുട്ട, നല്ല ഉഗ്രൻ ചെമ്മീനായിട്ടോ. അതെ, ചിലര് ഈ വലിപ്പത്തിലുള്ളതിന് കൊഞ്ചെന്ന് പറയും. ഞാൻ ചെമ്മീനിന് തന്നെയാണ് പറയണത്. നീറ്റാക്കി തോട് കളഞ്ഞ് നടുക്കെന്നുള്ള വരയൊക്കെ ആ മാലിന്യം വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി പലയാവർത്തി കഴുകി നീറ്റാക്കി വെച്ചേക്കണത് കേട്ടോ. അതുകൊണ്ട് ഒരു ചാറായിട്ടാണ് തയ്യാറാക്കണത്.
കേട്ടാ. അപ്പൊ അതിനാദ്യം മുടിയാക്കട്ടെ, ആദ്യം സവോള വഴറ്റിയെടുക്കണം. പിന്നെ പിന്നാലെ ഓരോന്ന് കാണിക്കാം. തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ. അപ്പൊ നമ്മുടെ ഈ മൈദ ഇപ്പം ഇല്ലാത്ത കാരണം നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒരു സ്വല്പം അപ്പത്തിൻ്റെ അരിപ്പൊടി ചേർക്കാം കേട്ടോ. അരിപ്പൊടി ചേർത്ത് കുറുക്കാനും നേർത്തിരിക്കാതെ. പിന്നെ കാഷ്യൂവും ചേർക്കാം. കാഷ്യൂ അപ്പം മേടിച്ചിട്ടുണ്ടെങ്കില ഞാൻ പറഞ്ഞു. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇതൊരു സ്വല്പം വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചി, ഒരു സ്വല്പം ഇഞ്ചി, ഒരു ദളം വെളുത്തുള്ളി, ഒരു നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് ഇതിലേക്ക് മൂപ്പിക്കാം കേട്ടോ. അത് കാണിക്കാം നിങ്ങളെ. അപ്പം ഇതുവരെ ഞങ്ങളുടെ കിച്ചണിൽ തയ്യാറായിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് തയ്യാറാക്കണേ. 2 പച്ചമുളക് ഉണ്ട് കേട്ടോ, പിളർന്നെടുത്തേക്കണത്. ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. ഇഞ്ചി പേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഇതിന് ഞാൻ ഇഞ്ചിയായി എടുത്തതാ. ഇനി ഇത് മതിയായില്ലെങ്കിൽ നമുക്ക് ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ലാസ്റ്റ്. പിന്നെ ഒരു വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അത്രയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇച്ചിരി വേപ്പില അതിലിരുന്നത് ഇപ്പം ഈ വേപ്പില പോരാട്ടോ. ലാസ്റ്റ് വെച്ച് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് വേപ്പില മീതെ വിതറാട്ടോ. ഇതിന് കടുക് പറക്കൂല കേട്ടോ. അപ്പം ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴേ നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇടാം. പിന്നെ എരിവിന് വേണ്ടിയാണ് ഈ പച്ചമുളക് ഇട്ടേക്കണേ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അവസാനം ചേർക്കണ സമയത്ത് കാണിക്കാം, അതും ചേർക്കാം. അതാണ് ഞാൻ ഇതിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, ആ കളർ ചേഞ്ച് വരുത്തുകയും ചെയ്യാം. ഈ ടൊമാറ്റോ ഏതായാലും ഇതിൽ ചേർക്കണം. പക്ഷെ ടൊമാറ്റോ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് വരും. അതാണ് എനിക്കൊരു മടി. എനിക്ക് വൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് നോക്കാം എങ്ങനെയാന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അന്നേരം ഇട്ടാൽ മതി. അന്നേരം പിന്നെ അതിലേക്ക് ഇറങ്ങൂല. കുഴപ്പമില്ല, നമുക്ക് ഇടാം. അങ്ങനെ ഡെക്കറേഷൻ ആയിട്ട് പണ്ടാകുമ്പോ ഫിഷ് മോളിക്കൊക്കെ ഇവിടെ മോളി ഉണ്ടാക്കണത് വെളുത്ത നിറത്തിലാട്ടോ. മോളി ഒരിക്കലും ഇവിടെ മഞ്ഞ നിറത്തിൽ ഉണ്ടാക്കില്ല. പിന്നെ ഞങ്ങള് മീനും ചെമ്മീനും ഒന്നും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വറക്കാറില്ല. ഞങ്ങൾ ഇതിലേക്കിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് തേങ്ങാപ്പാലിൽ വേവിക്കുക. നിങ്ങളെ കാണിച്ചു തരാം. ഫിഷ് മോളി 1-2 പ്രാവശ്യം നമ്മൾ ചെയ്തത് വീഡിയോയുണ്ട്, നേരത്തെ ചെയ്തത് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇതും വറക്കണില്ല. നിങ്ങളെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇനി നമുക്കില്ല, ഇനി ഇച്ചിരി മുട്ടോട്ടെ സവോള. എന്നിട്ട് നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ചെമ്മീനത്തിന് വേവ് കുറവാണ്. അപ്പം ചെമ്മീൻ ഇട്ട് അധികം തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡായി പോകും. അപ്പം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ചേർത്തിട്ട് 2ാം പാല് തേങ്ങാപ്പാലിൽ ഇട്ടങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കാണിക്കാം. വഴറ്റണില്ല കേട്ടോ. വറുത്ത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ കിച്ചണിൽ അവരവരുടെ വീട്ടിൽ ഇഷ്ടമുള്ള രീതിയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. പല വീഡിയോസിലും പറയാറുണ്ട് ആ രീതിയിൽ ചെയ്യാം. നിങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചെയ്യുന്നത്. നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞങ്ങൾക്കും അറിയാലോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ അത്ര വലിയ കുക്കിങ്ങിന്റെ എക്സ്പേർട്ടുകളൊന്നും അല്ല. ഇനി നമുക്ക് ചേർക്കാം. ചെമ്മീൻ ചേർത്തിട്ട് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരും. കാരണം സവോളയ്ക്ക് മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാട്ടോ. തോടൊക്കെ പൊളിച്ച് അകത്തെ നാരൊക്കെ കളഞ്ഞ് കഴുകി നല്ല നീറ്റാക്കിയ ചെമ്മീനാണ്. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. നല്ല ലെമണ്ടനാ. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഈ കൂടെ പറഞ്ഞോട്ടെ. നിന്നോട് ഇന്നലെ പറയാനും മറന്നുപോയത് ഗ്രീൻ പീസ്. ഇവിടെ എപ്പോഴും ഇരിക്കുന്നതാ അല്ലേ ഗ്രീൻ പീസ്? ഞാൻ നോക്കിയത് അന്നേരം ചെറിയ പാക്കറ്റ് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടല്ലേ വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് വില കൂടുതലായിരുന്നു. വില കൂടുതൽ തന്നെയല്ല. അത് അത്രയും മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അതിന്റെ ആവശ്യവും കുറവാണ്. അപ്പൊ അല്ല അങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പൊലിമ കിട്ടും കേട്ടോ. ഇതിപ്പോ കഷണായിട്ട് വേറെ ഒന്നുമില്ല. ഈ സവോള വാട്ടുന്ന പെട്ടെന്ന് അങ്ങ് ഇതിലേക്ക് യോജിച്ച് പോകൂല. അപ്പൊ ഗ്രീൻ പീസ് ഒക്കെ ഒന്ന് കടിക്കാനേ. ഇത് നല്ല ഉഗ്രൻ ചെമ്മീനാണല്ലോ. അറിഞ്ഞു മേടിച്ചതാന്ന് തോന്നുന്നല്ലേ. ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചേർത്താൽ നല്ലതാണ്. ഇത് അജിച്ചേട്ടന്റെ ചെമ്മീനാന്നാ പറഞ്ഞ. ഇടയ്ക്ക് മുഴുത്ത ചെമ്മീൻ കിട്ടാറുണ്ടല്ലോ. ഇനി തേങ്ങാപ്പാൽ ചേർക്കട്ടെ. വർത്താനം പറഞ്ഞു തന്നാൽ മറന്നു പോകുമ്പോൾ. ഓ ഇപ്പൊ തന്നെ ചേർക്കുവാല്ലേ? അതെ, 2ാം പാല്. കട്ടിപ്പാലല്ല, കട്ടിപ്പാല് വേറെ ഇരിപ്പുണ്ട്. നീ സൂക്ഷിച്ചിളക്കണം, അല്ലെങ്കിൽ ഇനി ഇളക്കില്ല. ഞാനൊന്ന് മിക്സിങ് ആക്കിയതാ. ആ കൂടെ തന്നെ വേറൊരു സംഗതി ചേർക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചേർത്താലും മതി, ഈ ഒപ്പം ചേർത്താലും കുഴപ്പമില്ല. ഒരു സ്വല്പം അരിപ്പൊടി. മൈദ ഇരിപ്പില്ല. മൈദ ഉണ്ടെങ്കിൽ മൈദ ചേർത്താൽ മതി. ഞങ്ങളുടെ കയ്യിൽ ഇപ്പം മൈദ ഇല്ലാത്തതുകൊണ്ട് ദേ ഞാൻ മിക്സ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. ഇതിലേക്ക് മിക്സ് ചെയ്ത് അതിൽ ചേർക്കാനാ. 2ാം പാലിൽ തന്നെയല്ലേ? അതെ, 2ാം പാല് മുഴുവൻ എടുക്കണില്ല. നോക്കട്ടെ, ചാറ് ഒരുപാട് ആവശ്യമില്ലെന്ന് തോന്നണം.
ഇനി ഇതേ ഞാൻ ആ അപ്പത്തിൻ്റെ അരിപ്പൊടി ഈ രണ്ടാം പാലിൽ കലക്കി ഇതിലേക്ക് ചേർക്കുവാണ്. അപ്പം അതിൽ കിടന്നങ്ങ് വെന്തോളും പൊടി ശരിക്കും ഇതായി വന്നോളും, കുറുകി വന്നോളും. ഒന്നാം പാല് ചേർക്കാനുണ്ട് ലാസ്റ്റ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമുക്കങ്ങ് മൂടി വയ്ക്കാം വേവാനായിട്ട് കേട്ടോ. ചെമ്മീൻ വേവധികം ഇല്ല എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും അറിയാം, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മൂടട്ടെ. കുരുമുളക് പൊടി എടുത്ത് വെക്കാൻ മറന്നു. ഒരു സ്വല്പം കറുവപ്പട്ടയും ഒരു 2 ഗ്രാമ്പും കൂടെ ചതച്ചതാട്ടോ. തരിങ്ങായിട്ട് കിടക്കും, ശരിക്കും പൊടിക്കാൻ മിക്സിയിൽ അങ്ങനെ ഇച്ചിരി ആയിട്ട് പൊടിക്കാൻ പറ്റൂല. പൊടിയായിട്ട് ഇവിടെ മേടിച്ച് അങ്ങനെ വെക്കാറില്ല, അതുകൊണ്ട് ഇച്ചിരി തരിങ്ങായിട്ട് അതിൽ കിടക്കും. അത് ഇതിലേക്ക് ഇട്ടു. അതിൻ്റെ സ്പൈസസിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കണം, അത് നമുക്ക് ചേർക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചേർക്കാം കേട്ടോ. ദേ ഈ കപ്പിന്റെ കുഴ പൊട്ടിപ്പോയി. അയ്യോ നല്ല കപ്പായിരുന്നു. അപ്പൊ ചായ കുടിച്ച അവിടെ വെച്ചതാ, മേശന്ന് താഴത്തേക്ക് വീണു. ദേ തലപ്പാലം. പ്യുവർ വൈറ്റ്. ഇനി പുളിക്ക് സ്വല്പം വിനീഗർ ചേർക്കണം, ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി പെപ്പർ പൗഡർ. തേങ്ങാപ്പാലുണ്ടെങ്കിൽ പണി കഴിയും. തേങ്ങാപ്പാൽ വേണം. ഇപ്പൊ ഇൻസ്റ്റന്റിൽ നീ മേടിച്ച മാഗിയിൽ ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല, നാളെ മേടിച്ചോണ്ട് വന്നതാ. തേങ്ങ ചിരണ്ടി പിഴിയണാരൻ അത് എടുക്കാതിരിക്കണം. ഞാൻ എൻ്റെ ഡേറ്റ് നോക്കണം, അല്ലെങ്കിൽ ഇത് എടുത്തില്ലെങ്കിൽ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ലേ മാഗിയുടെ വലിയ പാക്കറ്റ്. ഇനിയിപ്പോൾ ഒരു സ്വല്പം വിനീഗർ ചേർക്കാം, എന്നാൽ തിളയിഞ്ഞപ്പോൾ അതൊക്കെ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യും കേട്ടോ. വിനീഗർ ചേർത്ത പുളി ന്യൂട്രലൈസ്. ഇതിനധികം പുളി ഇല്ല എങ്കിലും ഒരു സ്വല്പം പുളി വേണം അതിന് വേണ്ടി. ബാക്കിയെല്ലാം ഉണ്ട്, പുളിയേ കുറവുള്ളൂ, ഉപ്പൊക്കെ ഉണ്ട്, മതി. വിനീഗർ ലാസ്റ്റ് ഓഫ് ചെയ്തോ നമ്മള്? പിന്നെ തിള ചെറുതായിട്ട് വന്നപ്പോ തന്നെ ഓഫ് ചെയ്തിട്ടു. വറ്റൂന്ന് ഇരുന്ന വൈകിട്ടത്തേക്ക് വറ്റും, ചൂടുള്ള പാത്രമല്ലേ. അപ്പൊ വറ്റുവാണെങ്കിൽ സ്വല്പം തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. അന്നേരം എന്നാണെങ്കിലും വറ്റും പാത്രത്തിലിരുന്നു. അപ്പൊ അന്നേരം അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ്. ഇനി ഡെക്കറേഷന് വേണ്ടി ലാസ്റ്റ് ടൊമാറ്റോ വട്ടത്തിലായിരിക്കും ചേർക്കും. അത് കഴിക്കാൻ നേരത്തെ നിങ്ങളെ കാണിക്കാം. നീ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിന്റെ ആരാധിക അല്ല. അപ്പയ്ക്കും നിനക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. നല്ല കുറുകല. ഇരുന്ന് ഇച്ചിരി കൂടി കുറുകുവിന് കഴിക്കാറാവുമ്പോഴേക്കേ. കണ്ണും കാണാൻ പറ്റാ. നല്ലതാട്ടോ. ഉഗ്രന. ഇച്ചിരി പിടിക്കാനുണ്ട് ഇരുന്ന്. വേണ്ട വേണ്ട, പിടിക്കാനുണ്ട്. ചെമ്മീനത്തിലേക്ക് ഇറങ്ങണം. ഈ സംഗതിക്ക് അങ്ങനെ അധികം ഇറങ്ങി പിടിക്കുന്ന ഒരു സംഗതി അല്ല ഇത്. ഫിഷ് മോളി ആണെങ്കിലും അങ്ങനെ ഇറങ്ങി പിടിക്കൂലല്ലോ. അപ്പൊ പിന്നെ എരിവിന്റെ ആവശ്യമില്ല. നമ്മൾ ഇച്ചിരി പെപ്പറും പച്ചമുളകും ചേർത്തണം. എരിയുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് വരണം. അപ്പൊ നമ്മുടെ മോളി, ഫിഷ് മോളി എന്ന വായിൽ തന്നെ നമ്മുടെ പ്രോൺസ് മോളി. ഇങ്ങനെ വെക്കട്ടെ? ഇങ്ങനെ വെക്കാതെ ഡെക്കറേഷൻ രീതിയിലാണ് വെക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെയാ വെച്ചത്. ടൊമാറ്റോ വേവിക്കുമ്പോ ഞങ്ങൾ ഇടാതിരുന്നത് അതിലേക്ക് ചുമന്ന കളറ് പിടിക്കൂ എന്നുള്ളത് കൊണ്ടാട്ടോ. അപ്പൊ ആ കളറ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളയായിട്ടിരിക്കുന്നതാണ് ഫിഷ് മോളിയും ചെമ്മീൻ മോളിയും ഒക്കെ താല്പര്യം. യെല്ലോ കളറും ഇഷ്ടമല്ല, റെഡിഷ് കളറും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ടൊമാറ്റോ അരിഞ്ഞ് മീതെ വെക്കാതിരുന്നത്. വെച്ച് കഴിഞ്ഞാൽ കളർ അതിലേക്ക് വ്യാപിക്കും. ഇനിയിപ്പൊ കഴിക്കാനുള്ളത് കൊണ്ട് ഇപ്പൊ കളർ ഇച്ചിരി ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഡെക്കറേഷൻ ഇല്ലെങ്കിൽ കറിക്ക് ഒരു ഭംഗിയില്ലല്ലോ. ഇതിന് കടുക് പൊട്ടിക്കൽ പരിപാടി ഇല്ലല്ലോ. അപ്പൊ അത് കാരണം ഈ ബൗളിലേക്ക് എടുക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ കൊഴുപ്പും ഇതൊക്കെ കാണാൻ കേട്ടോ. ഞാൻ അപ്പം നോക്കട്ടെ, ചൂടാക്കാൻ വെച്ചേക്കുവാ. ഇരുന്ന് നല്ല കുറുകി. അപ്പൊ ഞാനും പ്രോൺസ് മോളി കഴിക്കാൻ പോവാം. അമ്മ ചോറുണ്ടോ? എടുക്കട്ടെ. ഇപ്പൊ നന്നായിട്ടങ്ങ് കുറുകിയല്ലോ. ചെമ്മീൻ സ്വതവേ കുറുകല് വരുമല്ലോ. ഞാൻ ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിക്കാം, എന്നാലേ പറ്റുള്ളൂ. അതാണ് കറക്റ്റ് രീതി. ഈ കുറുകിയത് കൊണ്ട് കോരിയെടുക്കാൻ പാടാം. അടിപൊളി അടിപൊളി. ടൊമാറ്റോ ഞാൻ വെച്ചായിരുന്നു അല്ലേ? അടിയിലാ വെച്ച മീതായിട്ട് എടുത്ത് വെക്കണോ? വേണ്ട, ഡെക്കറേഷൻ ഇപ്പൊ കണ്ടതല്ലേ. ചെമ്മീന് കൊറേ ആയി ഇപ്പൊ.
അങ്ങനെ ഞങ്ങളുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള പ്രോൺസ് മോളി കഴിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. കഴിക്കാനുള്ള ശ്രമമല്ല, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഒരു ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയോ. എനിക്കിപ്പോൾ പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്, അത്രയേ ടേസ്റ്റായിരുന്നു. നമ്മളതങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ രുചി ശരിക്കും അങ്ങ് പിടിച്ചു. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ, അപ്പം വാങ്ങിയതാണ്. എന്താ വെച്ചാൽ ഇവിടെ കൺസ്ട്രക്ഷൻ പണികൾ അങ്ങ് മൂർച്ഛിച്ചു. അതായത് അടുക്കളയുടെ ഏരിയയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മെസ്സപ്പായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓരോ സാധനങ്ങളും ഓരോ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അപ്പം ഉണ്ടാക്കണ്ട, അപ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാ വാങ്ങിക്കൊണ്ട് വന്നത് നല്ല അപ്പം എനിക്ക് അത്ര കിട്ടിയുമില്ല കേട്ടോ. പിന്നെ തോന്നി ഇടിയപ്പം വാങ്ങായിരുന്നു. ഇടിയപ്പം നല്ലൊരു ഓപ്ഷനായിരുന്നു. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ഇത് വാങ്ങിപ്പോയി, അതുകൊണ്ടൊക്കെ കഴിക്കുന്നത്. അത്ര വലിയ ടേസ്റ്റും അത്ര വലിയ നല്ല അപ്പം അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രോൺസ് മോളി ഉള്ളത് കാരണം പിന്നെ അപ്പം അത്ര നന്നായില്ലെങ്കിലും അതിൻ്റെ ആ ഒരു വിഷമം അങ്ങ് അറിഞ്ഞില്ല. അത്രയും ടേസ്റ്റി ആയിരുന്നു പ്രോൺസ് മോളി. ഇത് ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ വിശേഷ അവസരങ്ങളിൽ ഫിഷ് മോളി അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂ അങ്ങനെയുള്ള ഐറ്റംസാണ്, ചിക്കൻ സ്റ്റൂ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ പ്രോൺസ് മോളി ഫസ്റ്റ് ടൈം ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ കൺഫ്യൂഷൻ മൊത്തം മാറി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രെഡും കൂടെ വെച്ചിട്ട് കഴിച്ചായിരുന്നു കേട്ടോ. അത്രയും ഡെലീഷ്യസ് ടേസ്റ്റ് ആയിരുന്നു. ഫിഷ് മോളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു സ്വർഗ്ഗമായിരിക്കും കേട്ടോ, പറയാനേ ഇല്ല. പിന്നെ ആ തക്കാളിയൊക്കെ അവസാനം ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനൊരു ഡെക്കറേഷൻ ഭംഗിയും കൂടി വന്നു. എന്തുതന്നെയായാലും സംഭവം കിടുവായിരുന്നു. പ്രത്യേകിച്ച് വിശേഷ അവസരങ്ങളിലോ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴോ ഒക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മോളി ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിക്കട്ടെ കേട്ടോ.